പച്ചവെള്ളത്തിന് തീപിടിക്കുന്ന വർഗീയതയുള്ള ഒരു നാടായിട്ട് നമ്മുടെ നാട് മാറുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു ഉദാഹരണം കൂടിയാണിത്. ഒരു കുട്ടി തട്ടമിടണോ ആ കുട്ടി തട്ടമിടാതിരിക്കണോ എന്നുള്ളത് ആ കുട്ടിയുടെ മാത്രം തീരുമാനമാകുമ്പോഴാണ് മതേതരത്വത്തിന് ഒരു സൗന്ദര്യം ഉണ്ടാകുന്നത്. മതേതരത്വം എന്ന ആശയത്തെ ലോകത്ത് വിവിധയിടങ്ങളിൽ വിവിധ രീതിയിലാണ് കാണുന്നത്. അതിനൊരു പൂർണ്ണമായിട്ട് സാർവലൗകികമായ ഒരു ആപ്ലിക്കേഷൻ ഇല്ല. ഉദാഹരണത്തിന് ഫ്രാൻസിൽ മതപരമായ കാര്യങ്ങളിൽ സർക്കാരും ഇടപെടില്ല, സർക്കാരിൻ്റെ കാര്യങ്ങളിൽ മതവും ഇടപെടില്ല. രണ്ട് തലങ്ങളിലും ഇടപെടാതിരിക്കുന്ന ഒരുതരം സെപ്പറേഷൻ അവിടെയുണ്ട്. അമേരിക്കയിലേക്ക് വന്നാൽ അവിടെ മതപരമായ കാര്യങ്ങളിൽ സർക്കാർ ഇടപെടും എന്നുള്ള ഒരു സംവിധാനം അവിടെയുണ്ട്. എന്നാൽ ഇന്ത്യയിലേക്ക് എത്തുമ്പോഴോ നമ്മളിവിടെ അപ്ലൈ ചെയ്തിരിക്കുന്ന പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്ന തത്വമാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതം ഏതെങ്കിലും തരത്തിൽ മൗലികാവകാശങ്ങളെ ഹനിക്കുന്ന ഘട്ടത്തിൽ നമ്മുടെ സ്റ്റേറ്റിന് ആ വിഷയത്തിൽ ഇടപെടാനുള്ള ഒരു സ്പേസ് ഉണ്ട് എന്നത് മാത്രമാണ്. അതുവരെ മതസ്വാതന്ത്ര്യം ആർട്ടിക്കിൾ 25 അനുസരിച്ച് അത് പൂർണ്ണമായിട്ടും അതാത് വ്യക്തികൾക്ക് തീരുമാനിക്കാവുന്ന രീതിയിലാണ്. പക്ഷേ എപ്പോഴെങ്കിലും അത് മൗലികാവകാശങ്ങളെ ബാധിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയാൽ സ്റ്റേറ്റിന് ഇടപെടാം. ഇതാണ് പ്രിൻസിപ്പിൾഡ് ഡിസ്റ്റൻസ്. ഇതാണ് ഇതിന് പിന്നിലെ ആശയം. ഇവിടെ അങ്ങനെ ഏതെങ്കിലും തരത്തിൽ മൗലികാവകാശത്തെ ഹനിക്കുന്ന തരത്തിൽ സംഭവത്തിലാണോ സ്റ്റേറ്റ് ഇടപെട്ടിരിക്കുന്നതെന്നാണ് ചോദ്യം. ഞാനിതിൽ DDA പൂർണ്ണമായിട്ടും കുറ്റപ്പെടുത്തുകയാണ്. DDAയുടെ റിപ്പോർട്ടിൽ വേണ്ടത്ര മനസ്സ് അർപ്പിക്കാതെ തീരുമാനമെടുത്ത വിദ്യാഭ്യാസ മന്ത്രിയുടെ നിലപാടും ശരിയല്ല എന്ന് തന്നെയാണ് എൻ്റെ പക്ഷം. വിദ്യാഭ്യാസ മന്ത്രിയെ നിലപാട് തിരുത്തും. ഇന്ന് രാവിലെ മയപ്പെട്ടു എന്നതിൻ്റെ സൂചന കൂടി നമ്മൾ കാണുന്നു. തീർച്ചയായിട്ടും വിദ്യാഭ്യാസ മന്ത്രി ആ നിലപാട് തിരുത്തി ഈ സ്കൂളിനെതിരെ ഒരു നടപടിയും എടുക്കരുത് എന്നുള്ളതാണ് എൻ്റെ ഈ വിഷയത്തിലിട്ടേക്ക്. അതിന് 2-3 കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ കൂടി ഞാൻ പറയാം. ഒന്ന്, ഈ വിഷയത്തിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്നത് DDAയ്ക്കും AEയുടെയും റിപ്പോർട്ടിൽ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു റിപ്പോർട്ട് DDA കൊടുത്തു എന്ന് തന്നെയാണ് എൻ്റെ വാദം. എന്തുകൊണ്ടെന്നാൽ ഈ സംഭവം ഞാൻ മനസ്സിലാക്കിയതനുസരിച്ച്, അവിടുത്തെ പ്രാഥമിക സോഴ്സിൽ നിന്ന് മനസ്സിലാക്കിയതനുസരിച്ച്, പള്ളുരുത്തിയിലെ സെൻറ് റീത്താസ് സ്കൂളിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി കഴിഞ്ഞ ജൂൺ മാസത്തിലാണ് അവിടെ അഡ്മിഷൻ എടുക്കുന്നത്. ജൂൺ മാസം അഡ്മിഷൻ എടുക്കുന്ന ദിവസം മുതൽ 2-3 ദിവസം ഈ കുട്ടി സ്കാർഫ് ഇട്ട് വരുന്നുണ്ട്, അഥവാ ഹിജാബ് ധരിച്ചു വരുന്നുണ്ട്. എന്നാൽ സ്കൂളിലെ യൂണിഫോം അതിനനുവദിക്കുന്നില്ല എന്ന് സ്കൂളിലെ അധികൃതർ ഈ കുട്ടിയെ വളരെ കൃത്യമായി പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്, രക്ഷിതാക്കളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ ബോധ്യപ്പെടുത്തിയതിനു ശേഷം ജൂൺ മാസത്തിൽ കുട്ടി വരുമ്പോൾ ഹിജാബ് ധരിക്കുന്നില്ല, ജൂലൈ മാസത്തിൽ കുട്ടി വരുമ്പോൾ ഹിജാബ് ധരിക്കുന്നില്ല, ഓഗസ്റ്റിലും സെപ്റ്റംബറിലും കുട്ടി ഈ സ്കൂളിൽ വരുമ്പോൾ ഹിജാബ് ധരിക്കുന്നില്ല. എന്തിന് ഒക്ടോബർ മാസത്തിലെ പാതി ദിവസങ്ങൾ വരെയും കുട്ടി ഹിജാബ് ധരിക്കുന്നില്ല, രക്ഷിതാക്കൾ കൊണ്ടുവരുന്നില്ല. 9ാം തീയതി ആകുമ്പോഴേക്കും ആർട്സ് ഫെസ്റ്റിവലിൻ്റെ ദിവസം കുട്ടി വീണ്ടും ഈ ഹിജാബ് ധരിച്ചു വരുന്നു. അന്ന് അധ്യാപകർ കുട്ടിയെ വിലക്കുന്നില്ല. കുട്ടി അവിടെ ഒരു തരത്തിലും പുറത്താക്കപ്പെടുന്നില്ല. ആർട്സ് ഫെസ്റ്റിവലിൽ അവിടെ ഇരുന്ന് കുട്ടി ആ പരിപാടി ആസ്വദിക്കുകയും പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്യുന്നു. ഒരു തരത്തിലും ആ കുട്ടി അവിടെ നിന്ന് ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നില്ല. സ്കൂൾ ഒരു തരത്തിലുള്ള വീഴ്ചയും അന്ന് ചെയ്യുന്നില്ല. 2ാമത്തെ ദിവസം കുട്ടി, ശനിയാഴ്ചയാണ്, അധ്യയന ദിവസമാണ്. ആ ദിവസം കുട്ടിയെ സ്കൂളിൽ വരുന്ന സമയത്ത് രക്ഷിതാവ് കൂടി വരുന്നു. തീർച്ചയായിട്ടും അധ്യാപകർ പറഞ്ഞിട്ടുണ്ടാവും യൂണിഫോം പാലിക്കണം. നമ്മുടെയൊക്കെ വീടുകളിൽ ഈ അധ്യാപകർ വിളിച്ചറിയിക്കാറുണ്ട്. കുട്ടി യൂണിഫോം ഇടാതെ വന്നു കഴിഞ്ഞാൽ പലതരത്തിലുള്ള ശാസനകൾ കൊടുക്കും, രക്ഷിതാക്കളെ വിളിച്ചറിയിക്കും, ഇല്ലെങ്കിൽ ഡയറിയിൽ എഴുതി കൊടുത്തുവിടും. അതൊക്കെ അതാത് സ്കൂളുകളുടെ അവകാശമാണ്. അതവർ ചെയ്തു. അപ്പോൾ രക്ഷിതാവ് വരുന്നു. രക്ഷിതാവ് വന്നിട്ട് പറയുന്നു, അങ്ങനെ ഞാൻ മോളെ വിളിച്ചുകൊണ്ട് പോകുന്നു എന്ന് പറഞ്ഞ് ആ ദിവസം രക്ഷിതാവാണ് ഈ കുട്ടിയെ വിളിച്ചുകൊണ്ട് പോകുന്നത്. ഈ സ്കൂളിൽ കുട്ടിയെ പുറത്താക്കിയിട്ടില്ല, TC കൊടുത്തു പറഞ്ഞു വിട്ടിട്ടില്ല. 3ാമത്തെ ദിവസം കുട്ടിയെ രക്ഷിതാവ് മാത്രമല്ല വരുന്നത്, ആ പ്രദേശത്തുള്ള ഒരു SDP-യുടെ മണ്ഡലം പ്രതിനിധി കൂടി അവിടെ വന്നു എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ കാര്യങ്ങൾ എന്താണ്? ഇത് ഒരു വിദ്യാർത്ഥിയും സ്കൂളും തമ്മിലുള്ള വിഷയത്തിൽ നിന്ന്, രക്ഷിതാവും സ്കൂളും തമ്മിലുള്ള വിഷയത്തിൽ നിന്ന് ഒരു സംഘടനയും സ്കൂളും തമ്മിലുള്ള സഭയും തമ്മിലുള്ള വിഷയമായിട്ട് മാറി. ഇവിടെയാണ് അതിനകത്തെ വർഗീയമായിട്ടൊരു എലമെന്റ് വരുന്നത്. അന്ന് ജൂണിൽ ഈ കുട്ടിക്കും രക്ഷിതാക്കൾക്കും മനസ്സിലായി, ഉമ്മയ്ക്കത് കൃത്യമായി മനസ്സിലാവുകയും ആ കുട്ടിയെ സ്കൂളിൽ അയക്കുകയും ചെയ്തിരുന്നതാണ്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് പൊടുന്നനെ ഒരാവശ്യമായി വരുന്നത് എന്നുള്ളതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. പക്ഷെ നമുക്ക് പറയാം, ഏത് സമയത്തും ഒരാൾക്ക് ഇതൊരു എസെൻഷ്യൽ പ്രാക്ടീസ് ഓഫ് റിലീജിയൻ ആണ്, മതത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ഉപയോഗം ഈ സ്കാർഫിനുണ്ടെന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ വരാമെന്നൊക്കെ വിശാലമായ വാദം പറയാം. അങ്ങനെ വാദം വന്നാൽ ഈ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി അങ്ങ് മനസ്സിലാക്കേണ്ടത്, DDA മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഈ സംസ്ഥാനത്ത് 2018 ഹൈക്കോടതി പുറത്തിറക്കിയ ക്രൈസ്റ്റ് നഗർ സ്കൂളുമായി ബന്ധപ്പെട്ട ഒരു ഉത്തരവുണ്ട്. അന്ന് ജസ്റ്റിസ് മുഷ്താഖിൻ്റെ ഓർഡറിൽ വളരെ വ്യക്തമായി പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ ആ ഭാഗം വായിക്കാം. ആ ഭാഗം കേട്ട് കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരു സംശയം ഉണ്ടാവില്ല, ആർക്കും ഒരു സംശയം ഉണ്ടാവില്ല. നിലവിലിരിക്കുന്ന നിയമവ്യവസ്ഥയിൽ എന്താണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്? ഹൈക്കോടതി ആ വിദ്യാർത്ഥിനിയുടെ ആവശ്യം തള്ളിക്കൊണ്ട് പറയുന്നത്, in such view of the matter, I am of the considered view that the petitioner cannot seek imposition of their individual right against the larger interest right of the institution. It is for the institution to decide
whether the petitioners can be permitted to attend classes with a headscarf and full sleeve shirt. It is purely within the domain of the institution. The court cannot even direct the institution to consider such a request. അതായത് രണ്ട് മൗലിക അവകാശങ്ങൾ തമ്മിൽ കോൺഫ്ലിക്റ്റിൽ വരുന്നു. ഒന്ന്, ഒരു കളക്റ്റീവ് റൈറ്റ് വരുന്ന ഒരു ഡൊമിനൻ്റ് റൈറ്റും ഒരു ഇൻഡിവിജ്വൽ റൈറ്റും തമ്മിൽ കോൺഫ്ലിക്റ്റിൽ വന്നാൽ ബാലൻസ് ടെസ്റ്റ് അവിടെ അപ്ലൈ ചെയ്യണം എന്നുള്ളതാണ് ഇന്ത്യയിലെ ജുഡീഷ്യറിയുടെ തത്വം. ആ ബാലൻസ് ടെസ്റ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഏതാണോ ഡൊമിനൻ്റ് റൈറ്റ് അതിനാണ് പ്രാമുഖ്യം കിട്ടുക. ഇവിടെ ഡൊമിനൻ്റ് റൈറ്റിന് പ്രാമുഖ്യം കൊടുത്തിരിക്കുന്നത് ഹൈക്കോടതി 2018 ഒരു സംശയത്തിനും ഇടതയില്ലാത്ത വിധം പറഞ്ഞിരിക്കുന്നത് ആർട്ടിക്കിൾ 19 അനുസരിച്ച് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ റൺ ചെയ്യാനുള്ള എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ റൈറ്റാണ് ഡൊമിനൻ്റ് റൈറ്റ്. വിദ്യാർത്ഥിയുടെ ആർട്ടിക്കിൾ 25 പ്രകാരമുള്ള മൗലികാവകാശം തന്നെയാണ്, പക്ഷേ ഒരു ഡൊമിനൻ്റ് റൈറ്റിന് മുന്നിൽ അത് നിഷ്പ്രഭമാണ് എന്നുള്ളതാണ്. അപ്പോൾ ഡൊമിനൻ്റ് റൈറ്റിനാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ മാനേജ്മെൻറ്റുകൾക്ക് അവരുടെ യൂണിഫോം നിശ്ചയിക്കാനുള്ള അവകാശമുണ്ടെന്നുള്ളതാണ് നിലവിൽ ഹൈക്കോടതി ഉത്തരവ് പറയുന്നത്. അതനുസരിച്ചുള്ള കാര്യമല്ലേ റീത്ത സ്കൂൾ ചെയ്തിട്ടുള്ളൂ. അവരൊരു യൂണിഫോം നിശ്ചയിച്ചു, അതിനുള്ള അവകാശം ഭരണഘടനാപരമായി അവർക്കുണ്ടെന്ന് ഹൈക്കോടതി തന്നെ സാക്ഷ്യപ്പെടുത്തുകയും അവിടെ ഏതെങ്കിലും തരത്തിൽ യൂണിഫോം മാറ്റാനുള്ള അവകാശം ആ സ്കൂൾ മാനേജ്മെൻറ്റിന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ചെയ്യുന്ന ഒരു കാര്യം, എനിക്ക് സ്കൂളിൽ പഠിക്കേണ്ട, ഈ യൂണിഫോം എനിക്ക് ഇഷ്ടമല്ലെന്ന് പറഞ്ഞ് ഇവിടുന്ന് TC വാങ്ങി മറ്റൊരു സ്കൂളിലേക്ക് പോകാം. പക്ഷേ യൂണിഫോം ഞാൻ ധരിക്കില്ലെന്നോ യൂണിഫോമിൽ മാറ്റം വരുത്തണമെന്നോ ഒരു ഇൻഡിവിജ്വലിന് പറയാനുള്ള അവകാശമില്ല. സ്കൂളിന് മാറ്റം വരുത്താമെന്നുള്ളതാണ്. അപ്പോൾ മൂന്നാമത്തെ ഒന്ന്, ഹൈക്കോടതിയുടെ ഉത്തരവ് അവിടെ നിൽക്കുന്നു. രണ്ട്, നേരത്തെ ഈ വിദ്യാർത്ഥി ജൂൺ മാസം മുതൽ അവിടെ സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്തും സ്കാർഫ് ഉപയോഗിക്കാതെ വന്നു. പൊടുന്നനെ ഇതൊരു പ്രത്യേക ആവശ്യമായി വരുന്നു എന്നുള്ളതാണ് അതിലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇതൊന്നും DD പരിശോധിച്ചില്ല കേട്ടോ. മൂന്നാമത്തെ ഒരു കാര്യം, അതും DDയോ സർക്കാരോ പരിശോധിക്കാതെയാണ് തിടുക്കപ്പെട്ടൊരു തീരുമാനത്തിലേക്ക് പോയത്. എന്താണെന്നറിയാമോ? 2022 മറ്റൊരു കേസുണ്ട്. എന്താണെന്ന് വെച്ചാൽ സ്റ്റുഡൻറ് പോലീസ് കേഡറ്റിൻ്റെ വിഭാഗത്തിൽ പ്രവർത്തിക്കുന്ന ഒരു കുട്ടി, റിസാനഹ എന്ന് പറയുന്ന ഒരു കുട്ടി, ആ കുട്ടിക്ക് സ്റ്റുഡൻറ് പോലീസ് കേഡറ്റിനോടൊപ്പം സ്കാർഫ് വെക്കണം എന്നൊരു ആവശ്യവുമായിട്ട് വന്നു. സർക്കാരിന് മുന്നിൽ വന്നപ്പോൾ സർക്കാരിൻ്റെ ഒരു അഫിഡവിറ്റ് ഉണ്ട്. ആ അഫിഡവിറ്റ് 21/1/2022 3 വർഷങ്ങൾക്ക് മുമ്പ് ഇതേ സർക്കാർ ഹൈക്കോടതിയിൽ കൊടുത്തിരിക്കുന്ന ഒരു സത്യവാങ്മൂലമുണ്ട്. ആ സത്യവാങ്മൂലത്തിൽ പറയുന്നത് എന്താണെന്നറിയാമോ? ആ സത്യവാങ്മൂലത്തിൽ പറയുന്നത് യൂണിഫോമുകളിൽ ഈ പറയുന്ന റിലീജിയസ് ആയിട്ടുള്ള ഇൻഡിക്കേഷൻസ് പാടില്ല എന്നുള്ളത് തന്നെയാണ്. അങ്ങനൊരു നിലപാടെടുത്ത സ്റ്റേറ്റ്, അങ്ങനൊരു സത്യവാങ്മൂലം 2022 കൊടുത്ത സ്റ്റേറ്റ് എങ്ങനെയാണ് ഈ വിഷയത്തിൽ പെട്ടെന്നൊരു നിലപാട് മാറ്റം ഉണ്ടാവുക? ഒന്നത് ഹൈക്കോടതി വിധിക്കെതിരാണ്, രണ്ട്, സർക്കാർ തന്നെ സ്റ്റുഡൻറ് പോലീസ് കേഡറ്റിൻ്റെ യൂണിഫോമിൽ ഈ സ്കാർഫ് പാടില്ല എന്ന നിലപാട് 2022 ഒരു അഫിഡവിറ്റ് വഴി, ഒരു സത്യവാങ്മൂലം വഴി നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ആ നിലപാട് നിലവിലിരിക്കെ എങ്ങനെയാണ് മന്ത്രിക്കും DDക്കും തിരിച്ചൊരു നിലപാടെടുക്കാൻ സാധിക്കുക? അപ്പോൾ 3 പ്രധാനപ്പെട്ട കാരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഇനി ഒരു കാര്യം കൂടി ഞാൻ പ്രേക്ഷകരോട് പറയാം. ഈ സംഭവങ്ങൾ നടക്കുന്ന സമയം, അതായത് ആർട്സിൻ്റെ കുട്ടി പങ്കെടുക്കുന്നു, രണ്ടാമത്തെ ദിവസം ഈ കുട്ടി സ്കൂളിൽ വരുന്നു, സ്കൂളിൽ ക്ലാസ്സിലിരിക്കുന്നു, ആ സമയത്ത് രക്ഷിതാവ് വിളിച്ചിറക്കിക്കൊണ്ട് പോകുന്നു. ഇന്ന് സർക്കാരിൻ്റെതായിട്ട് വന്ന ഒരു ഉത്തരവിൽ എന്താ പറയുന്നത്? DDയുടെ റിപ്പോർട്ടിൽ പറയുന്നത് നോൺ എൻറോൾമെൻ്റ് ആയിരുന്നു എന്നുള്ളതാണ്. കുട്ടിക്ക് എൻറോൾമെൻറ്റ് കൊടുക്കുന്നില്ലെന്നാണ്. അങ്ങനെ ഒരു സംഭവമേ ഇല്ല സാർ. കുട്ടി അവിടെ അഡ്മിഷൻ എടുത്തു, കഴിഞ്ഞ മാസങ്ങളിൽ അവിടെ പഠിക്കുന്നു. നോൺ എൻറോൾമെൻറ്റിൻ്റെ ഒരു ഇഷ്യൂ തന്നെ അവിടെ ഇല്ല. അപ്പോൾ അടിസ്ഥാനപരമായ വസ്തുത പോലും DDയും മനസ്സിലാക്കിയിട്ടില്ല, AEയും മനസ്സിലാക്കാതെയാണ് ഈ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. കുട്ടിക്ക് അഡ്മിഷൻ കിട്ടി, കുട്ടി സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. അതുകൊണ്ട് കുട്ടിയെ ഒരു നിമിഷം പോലും പുറത്താക്കിയിട്ടുമില്ല. മാത്രമല്ല, അധ്യാപകൻ അല്ല പുറത്താക്കുന്നത്, രക്ഷിതാവ് വന്ന് വിളിച്ചുകൊണ്ട് പോവുകയാണ്. അത് ആദ്യത്തെ ദിവസം വിളിച്ചുകൊണ്ട് പോകുന്നു, രണ്ടാമത്തെ ദിവസം SDFയിലെ തന്നെ ഒരു നേതാവിൻ്റെ സാന്നിധ്യത്തിൽ വന്ന് ഈ കുട്ടി അവിടെ നിന്ന് വിളിച്ചിറക്കിക്കൊണ്ട് പോവുകയാണ് ചെയ്തത്. ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഞാൻ അന്വേഷിച്ചതിൽ നിന്ന് ഈ കുട്ടി 2-3 സ്കൂളുകൾ മാറിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതേ കാരണത്താലാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതൊക്കെ ആ കുട്ടിയുടെ സ്വകാര്യമായിട്ടുള്ള അവകാശമാണ്. അത് ഫണ്ടമെന്റൽ റൈറ്റ് ആണെന്ന് നമുക്ക് പറയാം. കുട്ടിക്ക് താല്പര്യമില്ലാത്ത മറ്റൊരു സ്കൂളിലേക്ക് പോകാം. പക്ഷേ ഇതൊരു രാഷ്ട്രീയ വിഷയമായിട്ട് ഇത് പരിണമിക്കരുത് എന്നുള്ളതാണ്. ഇതിലൊരു ലാർജർ വിഷയത്തിൽ നമ്മൾ കാണണം പ്രിയപ്പെട്ട പ്രേക്ഷകരെ. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. എവിടെയാണ് സ്റ്റേറ്റ് മതത്തിൻ്റെ കാര്യത്തിൽ ഇടപെടേണ്ടത്? ഒരു പ്രിൻസിപ്പിൾഡ് ഡിസ്റ്റൻസ്, തത്വാധിഷ്ഠിതമായ ഒരു അകലം നമ്മൾ സൂക്ഷിക്കണം. പെട്ടെന്ന് കേൾക്കുമ്പോൾ നമ്മൾ തോന്നും കർണാടകയിലെ കേസ് വെച്ച് പെട്ടെന്ന് ഈ വിഷയത്തിൽ ഇടപെട്ട് വിദ്യാർത്ഥിയുടെ ഭാഗത്ത് നിൽക്കാം എന്ന് നമുക്ക് തോന്നും. വിദ്യാർത്ഥിയുടെ ഭാഗത്ത് തന്നെയാണ് നമ്മൾ നിൽക്കേണ്ടത്. ആ കുട്ടിയുടെ വിദ്യാഭ്യാസം നിഷേധിക്കാൻ പാടില്ല എന്ന് പൂർണ്ണമായിട്ട് നമ്മൾ അംഗീകരിക്കുന്നു. പക്ഷെ നിലവിൽ ഇരിക്കുന്ന നിയമപ്രകാരം യൂണിഫോം നിഷ്കർഷിക്കാനുള്ള അവകാശം ആ സ്കൂളിനുണ്ട് എന്നുള്ള ഹൈക്കോടതി ഉത്തരവ് നിലവിലിരിക്കെ സ്റ്റേറ്റ് തന്നെ അങ്ങനെ ഒരു നിലപാടെടുത്ത സാഹചര്യത്തിൽ ഇവിടെ മറിച്ചൊരു നിലപാട് മന്ത്രി എടുക്കേണ്ടിയിരുന്നില്ല, DD എടുക്കേണ്ടിയിരുന്നില്ല. അതിലും വിചിത്രമായി തോന്നിയത് ഇന്ന് രാവിലെ 9:15 സ്കൂളിന് ഒരു ഇമെയിൽ അയക്കുന്നു. എന്നിട്ട് 11 മണിക്ക് രക്ഷിതാവിനെ കൂടി കണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി സ്കാർഫോട് കൂടി കുട്ടിയെ പ്രവേശിപ്പിക്കാനുള്ള ഉത്തരവ് കൊടുക്കുകയാണ് DD.
അതെന്തുത്തരവാണെന്ന് ആലോചിക്കുക. 1.25 മണിക്കൂർ കൊണ്ട്. ഇതൊരു സഭയുടെ സ്ഥാപനം കൂടിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മാർപ്പാപ്പയുടെ തന്നെ നേരിട്ടുള്ള ആശീർവാദത്തിൽ പ്രവർത്തിക്കുന്ന സഹോദരിമാരുടെ ഈ സ്കൂളിൽ സ്വാഭാവികമായിട്ടും അഗസ്റ്റീനിയൻ സഹോദരിമാരുടെ സ്കൂളിൽ സ്വാഭാവികമായിട്ടും ഒരു നീതി അവർക്ക് കൊടുക്കണ്ടേ? അവരെ കൂടി നിങ്ങൾ കേൾക്കുക എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനു മുമ്പ് ഒരു റിപ്പോർട്ട് ഉണ്ടാക്കി ഒരു നടപടി ആവശ്യപ്പെട്ടു. അതൊരു നോട്ടീസ് കം ഓർഡറാണ്. അതൊരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്തതായിപ്പോയി. അതുകൊണ്ടാണ് സഭയിലെ നേതാക്കൾ വളരെ പെട്ടെന്ന് ഈ വിഷയത്തിൽ പ്രതികരിച്ചത്. മാത്രമല്ല, ഒരു കാര്യം കൂടി പ്രേക്ഷകർ മനസ്സിലാക്കണം. ഈ സ്കൂളിന് അങ്ങനെ ഒരു മോശപ്പെട്ട ചരിത്രമില്ല. ഈ സ്കൂള് സെൻറ്റ് റീത്ത സ്കൂള് ആകെ 300 കുട്ടികളോ മറ്റോ 300-350 കുട്ടികളെ അവിടെ പഠിക്കുന്നുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ 117 കുട്ടികളും മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട കുട്ടികളുമാണ്. മാത്രമല്ല, കഴിഞ്ഞ വർഷം ഫീസ് അടയ്ക്കാത്ത കുട്ടികൾ പോലും ഇന്ന് ആ സ്കൂളിൽ പഠിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിലൊക്കെ വളരെ വിശാല മനസ്സോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു വിഭാഗം സിസ്റ്റർമാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സ്കൂളാണ്. ആ സ്കൂളിൽ ഫീസ് കൊടുക്കാതെ തന്നെ വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. ഒരു കാര്യം കൂടി ഞാൻ പ്രേക്ഷകരോട് പറയാം. 117 മുസ്ലിം വിദ്യാർത്ഥികളിൽ 116 പേർക്കും ഈ യൂണിഫോം സ്വീകാര്യമാണ്. ഒരു കുട്ടിക്ക് മാത്രം 3 മാസത്തിന് ശേഷം പുറത്തു നിന്നുള്ള ഒരു സമ്മർദ്ദപ്രകാരമെന്ന് തോന്നിപ്പിക്കത്തക്ക രീതിയിൽ ആ രീതിയിൽ വേഷവിധാനം ധരിച്ചു വരേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും അതിന് പുറത്തൊരു വിവാദം ഉണ്ടാവുകയും ചെയ്തത് നിർഭാഗ്യകരമാണ്. അപ്പോൾ ഈ പറഞ്ഞ 5 കാരണങ്ങളാൽ, ഒന്ന്, ഹൈക്കോടതി ഉത്തരവ് 2018 2022 സർക്കാർ തന്നെ യൂണിഫോം പാലിക്കണം, അതിൽ റിലീജിയസ് ആയിട്ടുള്ള മതപരമായ ചിഹ്നങ്ങൾ പാടില്ലെന്ന് നിലപാടെടുത്തിട്ടുണ്ട്. 3, ഈ കുട്ടി തന്നെ 2025 ജൂൺ മാസം മുതൽ ഈ മാസം വരെ, ഒക്ടോബർ മാസം വരെ ഇതേ യൂണിഫോമിൽ തന്നെ സ്കാർഫ് ധരിക്കാതെ, ഹിജാബ് ധരിക്കാതെ വന്നിട്ടുണ്ട്. 4, ഈ കുട്ടിയെ സ്കൂളിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല. എൻറോൾമെൻറ്റിൻ്റെ ഒരു ഇഷ്യൂവും അവിടെയില്ല. 5, ഈ സ്കൂളിൽ 117 മുസ്ലിം വിദ്യാർത്ഥികൾക്കും ഇതേ ബാക്ക്ഗ്രൗണ്ടിൽ മുസ്ലിം വിദ്യാർത്ഥികൾക്കും ഇതേ യൂണിഫോം അനുസരിച്ച് അവിടെ പഠിക്കാൻ കഴിയുന്നൊരു സാഹചര്യവും ഉണ്ട് എന്നുള്ളതാണ്. ഇത്രയുമാണ് യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലിരിക്കുന്നത്. ആ യാഥാർത്ഥ്യത്തെ നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് വേണമായിരുന്നു ഒരു തീരുമാനമെടുക്കാൻ എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ സ്കൂളിനെതിരെ ഒരു നടപടിയും സർക്കാരിൻ്റെ ഭാഗത്തുണ്ടാവുന്നത് സ്കൂളിന് വീഴ്ച സംഭവിച്ചിട്ടില്ല എന്ന് തന്നെയാണ്. എന്നാൽ അതേസമയം കരുതലോടുകൂടിയുള്ള പ്രതികരണങ്ങൾ വേണം. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, പച്ചവെള്ളത്തിന് പോലും തീ പിടിപ്പിക്കുന്ന വർഗീയതയുള്ള ഒരു നാടാണ്. അതുകൊണ്ട് കരുതലോടുകൂടി പ്രതികരിക്കണം. ഇന്നലെ തന്നെ ആ വിഷയം ഹൈബി ഈഡനും ഷിയാസും ഒക്കെ പോയി സെറ്റിൽ ചെയ്തിരുന്നതാണ്. അതിനിടയ്ക്ക് വളരെ പെട്ടെന്ന് ഇങ്ങനെയൊരു ഇടപെടൽ ഉണ്ടായതാണ് ഇപ്പോൾ സഭയെ പ്രകോപിപ്പിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ രക്ഷിതാവ് എന്ന PTA ഭാരവാഹി NPP എന്ന് പറയുന്ന പാർട്ടിയുടെ, ഒരുപക്ഷെ കാസയുടെ രാഷ്ട്രീയ ഫോം എന്നൊക്കെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന പാർട്ടിയുടെ പ്രതിനിധിയാണ്. അതിനൊരു രാഷ്ട്രീയ താല്പര്യമുണ്ടാവും. അവിടെ വന്ന SDP-ക്കും ഒരു രാഷ്ട്രീയ താല്പര്യമുണ്ടാവും. കുട്ടിക്ക് ഒരൊറ്റ താല്പര്യമേ ഉള്ളൂ, അത് പഠിക്കുക എന്നുള്ളതാണ്. നമ്മളെ സംബന്ധിച്ച് ആ കുട്ടിക്ക് പഠിക്കാനുള്ള ഒരു സാഹചര്യം അവിടെയുണ്ട്. ആ സാഹചര്യം ഇനിയും അവിടെ ഉണ്ടാവും. ആ കുട്ടി വന്ന് പഠിക്കട്ടെ, പഠിച്ച് മുന്നോട്ട് പോകട്ടെ എന്നുള്ളതാണ്. ഒരു അഭ്യർത്ഥന മാത്രമേ ഉള്ളൂ. പണ്ട് കവിതയിൽ എഴുതിയിരുന്നത് പോലെ, കലാലയങ്ങളിലേക്ക് വരരുതേ ദൈവമേ, അവിടെ മതം ഉള്ളവരും മതമില്ലാത്തവരും അവിടെ പഠിക്കുന്നുണ്ട്. കളിക്കളങ്ങളിലേക്ക് വരരുതേ ദൈവമേ, അവിടെ മതമില്ലാത്തവരും അവിടെ കളിക്കുന്നുണ്ട്. വായനശാലകളിലേക്ക് വരരുതേ നീ ദൈവമേ, അവിടെ മതമില്ലാത്തവരും മതമുള്ളവരും വ്യത്യസ്ത മതങ്ങളിലുള്ളവരുമുണ്ട്. നീ ഏത് രൂപത്തിൽ വരുമെന്നറിയില്ല. നീ വന്ന് കലാപം ഉണ്ടാക്കരുത് എന്ന് മാത്രം ഒരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് സർക്കാർ ഈ സ്കൂളിനെതിരെ നിലപാടെടുക്കില്ല എന്നതാണ് എൻ്റെ വിശ്വാസം. ഇതുവരെ സംഭവിച്ചിരിക്കുന്നത് DDUക്ക് സംഭവിച്ചിരിക്കുന്ന വീഴ്ചയാണ്, EAUക്ക് സംഭവിച്ചിരിക്കുന്ന വീഴ്ചയാണ്. ആ വീഴ്ചയിൽ നിന്ന് ഉദ്യോഗസ്ഥർക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. അതുകൊണ്ട് നിലപാട് സർക്കാർ തിരുത്തും, മന്ത്രി തിരുത്തും എന്നാണ് എൻ്റെ പ്രതീക്ഷ. Meet the editors.